യേശു അത്തിയെ ശപിക്കുന്നു. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്നു. മർക്കോസ് 11:12 മുതൽ 23 വരെ, 27 മുതൽ 33 വരെ. പിറ്റന്നാൾ അവർ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിന്നിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ. അത് പറഞ്ഞത് ശിഷ്യന്മാർ കേട്ടു. അവർ യെരുശലേമിലെത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കിടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു പറഞ്ഞു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ എങ്ങനെ നശിപ്പിക്കേണ്ടത് എന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കുകയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു. സന്ധ്യയാകുമ്പോൾ അവർ നഗരം വിട്ടുപോകും. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. അവൻ പറഞ്ഞു, ഗുരോ, നോക്കൂ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവർ പിന്നെയും യെരുശലേമിൽ ചെന്നു. അവൻ ദേവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ? യേശു അവരോട് ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അതിന് ഉത്തരം പറയുവിൻ. എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയും. കേൾക്കുക. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായി? ഉത്തരം പറയൂ. അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്നു നാം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാതിരുന്നത് എന്ത് എന്നവൻ പറയും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ? എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകനെ നെണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല.